സ്കൂൾ കലോത്സവത്തിന്റെ മനസ്സ് നിറച്ച് ഗോത്ര കലാരൂപമായ പണിയ നൃത്തം തൃശ്ശൂരിലെ നിറഞ്ഞ സദസ്സിന് മുൻപിൽ പണിയ നൃത്തം അവതരിപ്പിച്ചപ്പോൾ സ്വയം ഒതുങ്ങി നിന്ന ഒരു സമൂഹത്തിന് തങ്ങളുടെ കലാരൂപം ജനകീയമാകുന്നതിന്റെ സന്തോഷമായിരുന്നു. വയനാട്ടിലെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് പുറമെ മറ്റ് ജില്ലകളിൽ നിന്നും പണിയ നൃത്തത്തിൽ ടീമുകൾ പങ്കെടുത്തു. മലനിരകളുടെ നിഴൽ പറ്റി വയനാടൻ വയലേലകളിൽ ഒളിച്ചിരുന്ന ഗോത്രതാളം 6 പതിറ്റാണ്ടിന്റെ മാറ്റി നിർത്തലിന് മാപ്പ് പറഞ്ഞ് ആ താളത്തെ കലോത്സവത്തിലേക്ക് കൈപിടിച്ചാനയിച്ചിട്ടിത് 2ാം വർഷം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ നവാഗത ഇനമായ ഗോത്രകലാരൂപമാണ് പണിയ നൃത്തം. വിശേഷാവസരങ്ങളിലും ഒഴിവു സമയങ്ങളിലും പണിയക്കുടികളിൽ അവതരിപ്പിക്കുന്നതാണ് ഈ കല. 14 ജില്ലകളിൽ നിന്നും കലോത്സവത്തിലേക്ക് പണിയ നൃത്തത്തിന് ടീമുകളെത്തി. എന്നാൽ സ്വന്തം മണ്ണിന്റെ സ്വന്തം ജനതയുടെ താളം നിറഞ്ഞാടുകയായിരുന്നു വയനാട്ടിൽ നിന്നുള്ള കുട്ടികൾ. ഇത് മെയിനായിട്ട് കൊട്ടുന്ന കല്യാണ പോലുള്ള ആഘോഷങ്ങളിലൊക്കെ ആകെ കൊട്ടാത്തത് മരണം എന്നാണോ അന്ന് മാത്രം വെച്ചിട്ട് അവതരിപ്പിക്കുമ്പോൾ ഈ കല്യാണ പരിപാടിക്കെല്ലാം അവതരിപ്പിക്കുന്ന ഒരു മൈൻഡിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് അത് അടിപൊളിയായിരുന്ന ഒരു കുഴപ്പമില്ലാണ്ട് കളിക്കാനും പറ്റി. അരാട്ടിത്തുണിയും കുന്നിക്കുരു കൊണ്ടുള്ള കമ്മലും കാശിമാലയും ഒറ്റച്ചേലയുമാണ് സ്ത്രീകളുടെ വേഷവിധാനം. ഇവരാണ് വട്ടത്തിൽ നിന്ന് ചുവട് വെക്കുക. 3 പുരുഷന്മാർ തുടികൊട്ടും, ഒരാൾ ചീനിക്കുഴൽ വായിക്കും. ആൾക്കൂട്ടങ്ങളിലേക്ക് ഇറങ്ങാൻ മടിച്ച് സ്വന്തമിടങ്ങളിൽ ഒതുങ്ങിക്കൂടിയ ഒരു ജനതയ്ക്ക് നാടിനോട് ചേരാൻ പുതിയൊരു ചുരം വെട്ടിയെന്നതാണ് ഈ കലാരൂപം ഈ മനുഷ്യർക്ക് നൽകുന്ന സന്തോഷം. പൊതുസമൂഹമായിട്ട് മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ട് മക്കൾ ഇടപെട്ട് തുടങ്ങി. അല്ലെങ്കിൽ നാണിച്ചു മാറി നിൽക്കുന്ന ആളുകൾ തന്നെയായിരുന്നു. അവർക്ക് ഈ സമൂഹമായിട്ട് അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ പാടാനും വേദിയിലേക്ക് വരാനും ക്യാമറ കാണാനും ഫേസ് ചെയ്യാനൊക്കെ ഒരു അവസരം കിട്ടി. അത് വലിയൊരു നേട്ടം തന്നെയാണ്. നിറഞ്ഞ സദസ്സിന് മുന്നിൽ ഗോത്രകലകൾ കൂടി അരങ്ങുണർത്തുമ്പോൾ മാറി നിൽക്കേണ്ടവരെന്ന് സ്വയം കരുതിയ വലിയൊരു കൂട്ടം മനുഷ്യരെ ഈ ആഘോഷങ്ങളുടെ ഭാഗമാക്കിയതിൽ നമുക്ക് അഭിമാനിക്കാം. അന്തർമുഖരായി ഒതുങ്ങിയിരുന്ന ഒരു ജനതയുടെ പുതിയ തലമുറ പൊതുവേദിയിലേക്ക് വലിയ ആത്മവിശ്വാസത്തോടു കൂടി വരുന്നതിൻ്റെ പശ്ചാത്തല താളം കൂടിയാണ് പണിയ നൃത്തവേദിയിലെ തുടികൊട്ടിപ്പാട്ട്. അതാണ് വയനാട് നിന്നുള്ള കുട്ടികൾ അതിഗംഭീരമായി വേദിയിൽ അവതരിപ്പിച്ചതും. സനൽ എളമ്പച്ചിക്കൊപ്പം നിഖിൽ അളവൂർ, ടീം ന്യൂസ് മലയാളം.